ഇതൊന്നും കാര്യകാരണ നിയമം അനുസരിച്ച് എല്ലാവർക്കും അറിയാലോ. ബോംബ് ആവശ്യമുണ്ടെങ്കിലല്ലേ ബോംബ് നിർമ്മിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു കാര്യവും ഞങ്ങളുടെ മുമ്പിലില്ല. ഞങ്ങൾ ഒട്ടും ബോംബ് നിർമ്മിക്കുകയും ചെയ്യില്ല. ആരെങ്കിലും ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം നടന്നു, അതിപ്പോ എവിടെയൊക്കെ നടന്നു സ്ഫോടനം ഞാനവിടൊന്നും വിശദീകരിക്കുന്നില്ല. ആരെല്ലാം അതിന്റെ ഭാഗമായിട്ട് മരിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ പാനൂർ സംഭവം വന്നപ്പോൾ പർവ്വതീകരിച്ചു. തിരുവനന്തപുരത്ത് അതിന്റെ തൊട്ടാഴ്ച മുമ്പ് വന്നിരുന്നു, അതില്ല വാർത്തയില്ല. ഇവിടെ വരുമ്പോൾ വലിയ വാർത്ത, അത് CPIM-ന്റെ നേതാക്കൾ പോയി കളഞ്ഞു എന്നാണ്. ഇവിടെ സ്വന്തം നാടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നാൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ദുഃഖാചരണം നടത്താനല്ലോ പോയത്. കുടുംബത്തെ കാണാൻ ശവസംസ്കാരത്തിന് മുമ്പല്ലേ പോയി നിങ്ങൾ പറയുന്ന കാര്യം പോലും. ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നിങ്ങളെല്ലാം കൂടി ചേർന്ന് എന്താ ഉണ്ടാക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മൂത്ത് മനുഷ്യത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും എന്താ അതിന്റെ വഴിയെന്ന് പോലും മറന്ന് രാഷ്ട്രീയ ഉപകരണമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അതല്ലേ അവിടെ ഉണ്ടായ. പിന്നെ പറയുന്നത് അവിടെ ഇന്നലെ ഇപ്പം മനോരമയുടെ ഇന്നത്തെ ഫ്രണ്ട് പേജിലുള്ള പ്രധാനപ്പെട്ട ഫോട്ടോ വാർത്തയും DYFI നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ ഓടിക്കൂടിയിട്ടുള്ളവരിൽ DYFI-കാരുണ്ട്. അവരെല്ലാം ചേർന്നിട്ടാണ് ആശുപത്രി കൊണ്ടുപോയത്. ഇല്ലെങ്കിൽ അവിടെ തന്നെ പറഞ്ഞ് ആരും ചാവില്ലേ? മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. കേസിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അതിന് തർക്കമില്ല. അതുകൊണ്ട് CPIM-നെ വലിച്ചഴക്കാൻ നിങ്ങൾ നോക്കണ്ട. CPIM ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ഗുണഭോക്താവല്ല. അവരെ ഞങ്ങളെ മുമ്പ് തന്നെ തള്ളി പറഞ്ഞാണ്, ഇപ്പം നല്ല മുമ്പേ തള്ളി പറഞ്ഞാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവര് പ്രതിയായ കേസുണ്ട്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന് നേരെ കടന്നാക്രമിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന കേസുണ്ട്. അത് 687/23 ക്രൈം നമ്പർ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഈ ഷെറിനും അതുപോലെയുള്ള ആളുകൾ അതിൽ പ്രതിയാണ്. അതുപോലെ CPIM-ന്റെ പ്രവർത്തകൻ ആഷിഖിനെ ആക്രമിച്ച കേസിലും ഇവര് പ്രതിയാണ്. പിന്നെ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ലീലയുടെ വീട് ആക്രമിച്ച കേസിൽ പ്രതിയാണ് ഈ രണ്ടുപേരും. അപ്പോൾ CPIM പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ തന്നെ പ്രതിയായിട്ടുള്ള ആളുകൾ മുൻകൈ എടുത്ത് നടത്തിയിട്ടുള്ള തികച്ചും അപലപിക്കേണ്ടതാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ക്രിമിനൽ കുറ്റമാണ് അവർ ചെയ്തത്. ആ കുറ്റം ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് മരണം വരെ സംഭവിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിനെ ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാൻ പുറപ്പെടുന്നില്ല, തെറ്റായ നിലപാടാണ്. പക്ഷെ അത് പാർട്ടിന്റെ മേലെ കെട്ടിവെച്ച് സംതൃപ്തിയോടുകൂടി ഇലക്ഷൻ പ്രവർത്തനം നടത്താം എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അതിനൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മേലെ ഈ ആശയ പ്രചരണത്തിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രചാരവേദിയും യേശില്ല എന്ന കാര്യം നല്ലപോലെ പറയാൻ വേണ്ടി ഞാൻ ഇത്രയും വിശദീകരിച്ചതുകൊണ്ടാണ്.